എറണാകുളം കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകം ദുർമന്ത്രവാദത്തെ തുടർന്നല്ലെന്ന് പോലീസ്. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ രണ്ടാനമ്മ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോതമംഗലത്ത് നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് നാടിനെ ഒന്നാകെ നടുക്കിയ 6 വയസ്സുകാരിയായ കുട്ടിയുടെ കൊലപാതകം നടക്കുന്നത്. രണ്ടാനമ്മയായിട്ടുള്ള അനീസ എന്ന യുവതിയാണ് ഈ ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നത് എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പോലീസ് തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്നലെ രാവിലെയാണ് കുട്ടിയുടെ മരണം പിതാവായിട്ടുള്ള അജാസ് ഖാൻ ഉറപ്പിക്കുന്നത്. രാത്രി തന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഈ കുട്ടി ഉറങ്ങാൻ കിടന്നതാണ്. പിന്നീട് രാവിലെ അജാസ് ഖാൻ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് കുട്ടിയുടെ മരിച്ച നിലയിലുള്ള ശരീരമാണ്. അജാസ് ഖാൻ രാത്രിയിൽ ഇവിടെ കാർപ്പന്റ് വർക്കുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം പോകുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായി രാത്രി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ജോലിക്ക് പോയതായിരുന്നു ഏകദേശം 10 മണിയോടുകൂടി. പിന്നീട് അജാസ് ഖാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പുലർച്ചെ 2 മണി അടുത്ത സമയത്തോടു കൂടിയാണ്. അപ്പോഴാണ് അജാസ് ഖാൻ കുട്ടിയെ നോക്കുകയും കുട്ടി ഉറങ്ങിക്കിടക്കുകയാവും എന്ന് കരുതി മറ്റൊരു മുറിയിൽ ഭാര്യയോടൊപ്പം താമസിക്കുകയും എന്ന മറ്റൊരു മുറിയിൽ കിടക്കുകയുമായിരുന്നു. എന്നാൽ ഈ ഒരു അനീസ എന്ന രണ്ടാനമ്മയുടെ വിവാഹം അല്ലെങ്കിൽ രണ്ടാനമ്മ ഈ വീട്ടിലേക്ക് വന്നതോടു കൂടിയാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അനീസയ്ക്ക് മുൻ വിഭാഗത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും മരിച്ച മുസ്കാനും ഒരുമിച്ചാണ് കിടന്നിരുന്നത്. രാവിലെ അച്ഛനെ ഈ ഇളയ കുട്ടി വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് പറയുകയാണ് ചേച്ചി അനങ്ങുന്നില്ല എന്ന്. അപ്പോഴാണ് അജാസ് ഖാൻ ഈ വിവരം തിരിച്ചറിയുന്നത്. അജാസ് ഖാൻ വന്നു നോക്കുമ്പോൾ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു മുസ്കാന്റെ ശരീരം. അയാൾ അത് കയ്യിലെടുത്ത് നേരെ ഡൈനിങ് ടേബിളിൽ കിടത്തുകയും വിളിച്ചുണർത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് കുട്ടി എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി അയൽപക്കത്തുള്ളവരെ എല്ലാം വിവരം അറിയിച്ചു. അവർ വരുമ്പോഴും കുട്ടിയുടെ നില അങ്ങനെ തന്നെയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് കരുതിയായിരുന്നു പിതാവും മറ്റുള്ളവരും എല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് കുട്ടിയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല എന്നും അത് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും സ്ഥിരീകരണമുണ്ടായത്. ഇതോടെ പോലീസ് ഇടപെട്ടു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് പിതാവായിട്ടുള്ള അജാസ് ഖാനെയും രണ്ടാമനമ്മയായിട്ടുള്ള അനീസയെയും വിശദമായ ചോദ്യം ചെയ്യലിന് ഇരുത്തി. ഇതോടുകൂടിയാണ് പല പൊരുത്തക്കേടുകളും ഈ അനീസയുടെ മൊഴിയിൽ ഉണ്ടാകുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ അനീസ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ പിന്നീട് അനീസ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് കുട്ടിയെ കൊന്നത് എന്ന് പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. എന്തിനായിരുന്നു ഇവരെ കുട്ടിയെ കൊന്നത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു. ഒരു വേള ദുരുവൃന്തമായിട്ടുള്ള അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിന്റെ ഒക്കെ സാധ്യതകളെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ കുട്ടിയെ തന്റെ സ്വന്തം കുട്ടിയല്ലാത്ത ഈ മുസ്കാനെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് രണ്ടാനമ്മ നൽകിയ മൊഴി. അങ്ങനെ തന്നെയാണ് എന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം ഉണ്ടായത്. ഏതായാലും ഇന്ന് രാവിലെ ഈ പ്രതിയെ വീട്ടിലെത്തിച്ച് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സംഭവങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിക്ക് നേരെ അയൽപക്കത്തുള്ള ആളുകൾക്കെല്ലാം വല്ലാത്ത രോക്ഷമുണ്ടായിരുന്നു. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.